ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ചട്ടി ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു 3 പേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സവാള മതി കേട്ടോ. എന്നിട്ടൊരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു ഇഞ്ചി ചതച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചി വാടി വന്നതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഈ പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കുടമ്പുളി 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു 2 പാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. തിളച്ച് വന്നതിന് ശേഷം പുളിയും ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. പുളി കൂടുതലാണെങ്കിൽ പുളി മാറ്റാം. ഇനി അഥവാ പുളി കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് വിനാഗിരി ചേർക്കാം. എന്നിട്ട് മീനും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം. നമുക്കിന്നിവിടെ കൊഴുവയാണ് കിട്ടിയത്. കൊഴുവ എന്തായാലും വേഗം വെന്ത് കിട്ടും. അടുത്ത തിളയിൽ തന്നെ കൊഴുവ വെന്തിട്ടുണ്ടാവും. കൊഴുവ വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്.